വാട്ട്സ്ആപ്പ് ഗായ്സ്, ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഐഫോൺ യൂസേഴ്സ് എസ്പെഷ്യലി ഫേസ് ഐ ഡി ഡിവൈസ് ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമുക്ക് മാസ്ക് ഉപയോഗിച്ച് ഡിവൈസ് അൺലോക്ക് ചെയ്യാൻ കഴിയാത്തത്. അതിനൊരു ചെറിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റുമായിട്ട് ആപ്പിൾ 13.5 അപ്ഡേറ്റിൽ വന്നായിരുന്നു. അതായത് ഫേസ് ഐ ഡി മാസ്ക് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, അത് നമ്മളൊരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പെട്ടെന്ന് നമ്മുടെ പാസ്വേഡ് നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കുറേ റിക്വസ്റ്റുകളും മെസ്സേജസും വരാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത്. ആക്ച്വലി അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു സുഹൃത്താണ് ഈ ഒരു കാര്യം എൻ്റെ അറ്റൻഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൂളാണ് നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ വെളിയിൽ പോകുക എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു രോഗം വരുന്നതിലും നല്ലത് നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ കാര്യം തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. മസ്റ്റായിട്ടും നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ റൂൾ ഫോളോ ചെയ്യുക, മാസ്ക് ധരിച്ച് തന്നെ നിങ്ങൾ വെളിയിൽ പോവുക. അപ്പം ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടണും നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഗോ ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം, ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലെറ്റ്സ് റോൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഫേസ് ഐ ഡി നമ്മൾ മാസ്ക് ഇല്ലാതെ അൺലോക്ക് ചെയ്യാൻ പോകുന്നു. അതിന് ശേഷം നമ്മൾ മാസ്ക് വെച്ചുകൊണ്ട് നമ്മുടെ ഫേസ് ഐ ഡി അൺലോക്ക് ചെയ്യാൻ പോകുന്നു. ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് മാസ്ക് ഇല്ലാതെ നമ്മൾ ഫേസ് ഐ ഡി അൺലോക്ക് ചെയ്യുന്നത് നോർമലി എങ്ങനെയാണോ ചെയ്യുന്നത്. ഓക്കെ, അൺലോക്ക് ചെയ്തു ഞാൻ ഫോൺ. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഇപ്പം മാസ്ക് ഇല്ലാതെ നമ്മൾ അൺലോക്ക് ചെയ്തു. ഇനി ഞാൻ മാസ്ക് വെച്ചുകൊണ്ട് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ മാസ്ക് വെക്കുവാണ്. ഓക്കെ, ഇനി ഞാൻ മാസ്ക് വെച്ചു, ഫോൺ ലോക്ക് ചെയ്യാൻ പോവാണ്. ഫോൺ ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്കൊന്ന് ഫോക്കസ് ഫോണിലേക്ക് ആക്കുവാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടു കാണും. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഫോൺ അൺലോക്കായി. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു കാണും. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഫേസ് ഐ ഡി മാസ്കോടെ സെറ്റപ്പ് ചെയ്യാൻ പോകാമെന്നാണ്. അപ്പം അങ്ങനെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു വൈറ്റ് പേപ്പർ, ഒരു സാധാ വൈറ്റ് പേപ്പർ, എന്തെങ്കിലും ഒരു ചെറിയ പേപ്പറാണ്, വലിയ ഹെവി പേപ്പർ ഒന്നും വേണ്ട. ഇത് A4 സൈസ് പേപ്പറാണ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പേപ്പർ വേണം. അതിനുശേഷം നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ സെറ്റിങ്സിനകത്ത് പോവുക. അവിടെ നമ്മുടെ ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ പാസ്വേഡ് ടൈപ്പിംഗ് ചെയ്യണം. ഞാൻ ടൈപ്പിംഗ് ചെയ്തു. അതിനുശേഷം നമ്മളിത് റീസെറ്റ് ചെയ്യണം. പാസ്വേഡ് ഫേസ് ഐ ഡി എന്നുള്ളത് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ റീസെറ്റ് കൊടുക്കാൻ പോവാണ്. റീസെറ്റായി. ഇനി നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെറ്റപ്പ് ഫേസ് ഐ ഡി എന്നുള്ളതിൽ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പേപ്പർ ഈ മൂക്കിൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ, മൂക്കിൻ്റെ പകുതി ഭാഗം, നേർ പകുതി, അതിൻ്റെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക. ഒരു സൈഡ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട്, കൃത്യം ഒരു സൈഡ് കവർ ചെയ്തുകൊണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് ഫേസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതിന് തിരിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സൈഡ് മൊത്തം ഈ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യണം. ഓക്കെ, വെച്ച് സ്കാൻ ചെയ്തു, കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമ്മുടെ ഫുൾ ഫേഷ്യൽ ഇതാണ്. നമ്മൾ എല്ലാ സൈഡും കാണിച്ചു കൊടുത്തുകൊണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ എപ്പോഴും മറച്ചു വെച്ചേക്കണം. ഡൺ അടിച്ചു. ഇനി ഒരെണ്ണം കൂടെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സെറ്റപ്പ് ആൻഡ് ഓൾട്ടർനേറ്റീവ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു iOS 13-ലും 12-ലൊക്കെ ഈ ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഓൾട്ടർനേറ്റീവ് ഫേസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പുറത്തെ സൈഡ് കവർ ചെയ്ത് പിടിക്കണം. നമ്മൾ ആദ്യം ഈ സൈഡാണെങ്കിൽ രണ്ടാമത് ഈ സൈഡ് കവർ ചെയ്ത് പിടിക്കണം, മുമ്പേ ചെയ്ത പോലെ തന്നെ മൂക്കിൻ്റെ പകുതിയിൽ നിന്ന്. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ഡൺ അടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫേസ് ഐ ഡിയുടെ സെറ്റപ്പ്, അതായത് ഫേസ് ഐ ഡി സെറ്റപ്പ് ആയി കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയേക്കുവാണ്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഡൺ അടിക്കുക. അതിനകത്ത് എക്സിറ്റ് അടിക്കുക. അതിനുശേഷം നമ്മുടെ മാസ്ക് എടുക്കുക. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ മാസ്ക് എടുത്തു. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്.
അൺലോക്കായി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്നും കൂടെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫോക്കസ് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ഫോക്കസ് മാറും. അതുകൊണ്ട് ഇപ്പം നോക്കിക്കോണം, അൺലോക്കായിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അൺലോക്കായി. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മാസ്ക് ഇട്ടുകൊണ്ട് തന്നെയാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു പ്രശ്നമില്ലാതെ വളരെ സിമ്പിളായിട്ട് അൺലോക്ക് ആകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം കാണിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യുക, മാസ്ക് ഇട്ടുകൊണ്ട് ഒരു സൈഡ് മറച്ചു പിടിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫേസ് ഐ ഡി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മേളത്തെ ഏതെങ്കിലും ഒരു പോർഷൻ ക്ലിയർ ആയിട്ട് ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസരം വരുവാണെങ്കിൽ ജസ്റ്റ് പേപ്പർ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫേസ് കാണിക്കാൻ, എന്നാലും അത് ഡിറ്റക്ട് ചെയ്തോളും. നിങ്ങൾ ഓൾറെഡി ഞാൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടാണ് അങ്ങനെ. വൺസ് ഇത് ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ബട്ടണും നിങ്ങൾ മറക്കാൻ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മിലൻ. Catch you guys in the next video. Till then, peace.